യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാരും പറയുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ സ്കൂളൊക്കെ തുറങ്ങി, പിന്നെ പരീക്ഷയും അതൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ തിരിച്ചു വന്നിക്കാണ് വീഡിയോ ഇടാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കരുതുന്നുണ്ടായിരിക്കൂല്ലേ വീഡിയോ ഇന്ന് എന്തായിരിക്കും? അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതൊക്കെ പോകുമ്പോ അറിയാം നിങ്ങൾക്ക് എന്താ വീഡിയോ എന്ന്. അപ്പൊ ഗൈസ് നിങ്ങള് എനിക്കിതിൽ ചേഞ്ച് ചെയ്ത് കാണുന്നുണ്ട്. ഇതാണ് ഗൈസ് എന്റെ തലമുടി ഞാൻ കട്ട് ചെയ്ത് ഗൈസ് അവധിക്ക് കട്ട് ചെയ്താണ്. 2 മാസം അവധിക്ക് ഞാൻ കട്ട് ചെയ്തതാണ്. നേരത്തെ ആണോ ഇതാണോ ബെറ്റർ നിങ്ങൾ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ നിങ്ങൾക്കുള്ള സർപ്രൈസ് സ്പെഷ്യൽ നിങ്ങൾക്ക് കാണണ്ടേ, സ്പെഷ്യൽ ഡേ. അപ്പൊ നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽസ് ആണ്. ഡ്രോൺ ആണ് കേട്ടോ. അപ്പൊ ഗൈസ് എന്റെ വീടിന്റെ ചുറ്റിലും ഞാൻ ഈ ഡ്രോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഡ്രോൺ വെച്ചിട്ടാണ് എന്റെ വീടിന്റെ ചുറ്റിലും ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ കൈതച്ചോട്ടിലോട്ടാണ്. കൈതച്ചോട്ടം ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഈ ഡ്രോണിലൂടെ. അപ്പൊ നമുക്ക് നേരെ പോവാം വാ. അപ്പൊ ഗൈസ് ഞങ്ങൾ 3 പേരും കൂടെ നടന്നു പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡ്രോൺ ആട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങളുടെ പുറകെ ഈ ഡ്രോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. കൈതച്ചൊക്കെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് നേരെ തന്നെ ആയിട്ടാട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഡ്രോൺ പറത്താൻ പോവാണ്. അപ്പൊ ഗൈസ് നമുക്ക് പറത്തിക്കോ. ഗൈസ് പയ്യെ പയ്യെ നമ്മൾ ഡ്രോൺ പൊങ്ങുവാട്ടോ. കൈതച്ചൊക്കെ തൊട്ടെല്ലാം കാണാമല്ലോ. ഞങ്ങൾ ഇതിൽ പൊങ്ങി വരുവാണ് കേട്ടോ. നല്ല സീൻ ഇപ്പോൾ ചെറിയായിട്ടൊരു നല്ല സീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ തലയൊക്കെ നല്ല മൊട്ട്, ഞങ്ങളെ അധികം ഒന്നും കാണത്തില്ല. ഞങ്ങൾ മൊട്ട് പോലെ നല്ല തല മാത്രം കാണാതെ നിൽക്കുകയാണ്. ഞാൻ ഡ്രോണിനെ നോക്കി. ഓക്കെ ഗൈസ് നല്ലൊരു സീനറി ആണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ഇതേ നമ്മുടെ മലയും ഇതേ ആ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ബറങ്ങാനപ്പള്ളി. കണ്ടോ, അതാണ് നമ്മുടെ ബറങ്ങാനപ്പള്ളി. പിന്നെ ഇതേ ഇവിടെ ഭയങ്കര സീനറിയും നല്ല ആ ഒരു ബ്ലൂ ലൈറ്റ് ഷെയ്ഡും മേഘങ്ങളൊക്കെ കാർമേഘം പോലെ ആട്ടോ നിൽക്കുന്നത്. മഴ പെയ്യും തോന്നും കേട്ടോ. ഇപ്പൊ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതിന്റെ മണ്ടേന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ പോലെയൊക്കെ ആട്ടോ കാണുന്നത്. ഇതേ ആ കാണുന്ന ആട്ടോ നമ്മുടെ എടമറ്റപ്പള്ളി. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ എടുത്ത് കണ്ടിട്ടുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അതാണ് നമ്മുടെ എടമറ്റപ്പള്ളി. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും ഇപ്പൊ പോയി കാണുക. അപ്പൊ ഗൈസ് നല്ല മേഘങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു താഴത്തെ ആ ഒരു ഫുള്ളും നമുക്ക് അങ്ങനെ കാണത്തില്ല കേട്ടോ. ഏതാ റോഡെന്നൊന്നും ഫുള്ളും കാടൊക്കെ മരങ്ങളൊക്കെ നിൽക്കുന്ന പോലെ നല്ല നല്ല സീനറിയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല സീനറി ആട്ടോ. ഞാൻ ഉദ്ദേശത്തേക്കാളും നല്ല സീനറി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ആ ഒരു സ്കൈയും ആ ഒരു ലൈറ്റ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഒരു രസം. ആ എടമറ്റപ്പള്ളിയാണ് സൂം ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇതാ ഞാനിങ്ങനെ നടന്നു പോവാണ്. ആ ഒരു ഷോട്ട് എടുത്തതാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നതും ആ ഡ്രോൺ ഇങ്ങനെ പുറകെ വരുന്നതും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിഞ്ഞ് നോക്കുന്നുണ്ട് ഡ്രോൺ വരുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഞാൻ നടന്നു പോകുന്ന ഒരു ഷോട്ട് എടുത്തേക്കുന്നതാണ്. ഞാൻ നല്ല കൈയൊക്കെ വീശി. പിന്നെ ഞാൻ അവിടെയൊക്കെ എത്തിയപ്പോൾ ഭയങ്കര കാറ്റുണ്ടായിരുന്നു. ഇതേ ഡ്രോൺ പൊങ്ങി. ആ കൈതച്ചക്ക തോട്ടമൊക്കെ കാണാനായിട്ട് ഭയങ്കര നല്ല പച്ച പുല്ല് നിൽക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. നോക്കൂ, ഇപ്പൊ അങ്ങനെ അധികം കൈതച്ചക്കയൊന്നും വളരാനില്ലേലും നല്ല പച്ച പുല്ല് പോലെയാണ് കൈതച്ചക്കയൊക്കെ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കൂടെ ഉള്ള ആ ഒരു വഴിയും എല്ലാം കൂടെ ഇതേ ഞാൻ പോകുന്നു. ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എന്റെ തല മാത്രം കാണുന്നതും പിന്നെ ഭയങ്കര ഞാൻ ഒരു മൊട്ട് എന്റെ ഒരു ഇത്തിരി പോലെ കാണത്തുള്ളൂ. കാണുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്നെ കാണത്തില്ല കേട്ടോ. പിന്നെ പയ്യെ പയ്യെ പൊങ്ങി തുടങ്ങി അല്ല പച്ച പുല്ലിങ്ങനെ വിട്ടിരിക്കുന്ന പോലെയുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഭയങ്കര മരങ്ങളാണ്. മരങ്ങൾ അവിടെ നിന്ന് വളർന്നു വന്നുകൊണ്ടാണ്. അല്ലെ നമുക്ക് അവിടെ ഒക്കെ കൈതച്ചൊക്കെ വെച്ചേനെ. പക്ഷെ ഇപ്പം അവിടെ എല്ലാം മരം വളർന്ന് വന്നുകൊണ്ടാണ്. ഇപ്പം അല്ലെ നമുക്ക് അവിടെ കൂടെ നല്ല കൈതച്ചൊക്കെ തോട്ടമൊക്കെ ഇതുപോലെ കാണായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര ഇങ്ങനെ കാടും ഈ മരങ്ങളും ഒക്കെ വന്നുകൊണ്ട് അവിടെ കൈതച്ചൊക്കെ ഇങ്ങനെ നല്ല പച്ച പുല്ല് പോലെ നിൽക്കുന്നത്. ആ കാടിന്റെ നടുക്കായിട്ട് ആ ഒരു കൈതത്തോട്ടവും പിന്നെ അതിന്റെ നടുക്കത്തുള്ള വഴികളൊക്കെ കാണാൻ ഭയങ്കര സീനറി ആട്ടോ. ഇത് എനിക്ക് വേറെ ഏതോ സ്ഥലം പോലെയൊക്കെ തോന്നുകയാണ് ഇവിടെ കാണുമ്പോഴൊക്കെ. ഇത് കാഴ്ച നല്ല പിന്നെ നമ്മുടെ ആകാശം വന്നിരിക്കുന്നു. ഇതേ നല്ല കാർമേഘങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇച്ചിരി കാർമേഘങ്ങളൊക്കെ പോയി. ഇതേ നല്ല നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള സ്കൈ ആയിട്ടുണ്ട്. നല്ല സീനറി ആട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ. ഞാൻ ഉദ്ദേശിച്ചേക്കാളും ഭയങ്കര നല്ല എന്താണെന്ന് പറയാ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ വേറെ ഏതോ സ്ഥലത്തൊക്കെ പോയി കിട്ടും നമ്മളിങ്ങനെ വ്യൂ എടുക്കൂലേ, അതുപോലെ ഉണ്ട്. നല്ല ഇതാണ് നമ്മുടെ വഴി കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ മറ്റേ തോട്ടത്തിലോട്ടൊക്കെ പോകുന്ന വഴികളും ഇതെല്ലാം കാടും പിന്നെ ഇത് ഈ കാണുന്നൊക്കെ റോഡാട്ടോ. ഈ കാണുന്നൊക്കെ
റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ നമ്മൾ ഡ്രോൺ പൊങ്ങി വരുന്നുണ്ട്. കൈതത്തോട്ടത്തിന്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കുഞ്ഞ് വലിയ കാടുകൾ കാണുന്നില്ലേ, അതൊക്കെ കുറച്ച് അത് അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുറച്ച് മരങ്ങളൊക്കെ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വീടും കുറെയൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ണ്ടോ ഇവിടെ നിൽക്കുന്നത് പോലെ പച്ച പുല്ലും എല്ലാം കൂടെ കൂടുമ്പോൾ എല്ലാം പച്ചയാട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വീടുകളൊക്കെ വരുമ്പോഴത്തേക്കും ഓരോ കളേഴ്സ് ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ അവിടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഡ്രോണിനായിട്ടുള്ള വീഡിയോ എല്ലാം കൂടെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ തലമുടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ബെറ്റർ ആണോ അതോ നേരത്തെ ആണോ നല്ലതെന്നൊക്കെ പറയണം. പിന്നെ നിങ്ങൾ ഡ്രോണുമായിട്ടുള്ള കുറേ വീഡിയോസും ആഘോഷവും എല്ലാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ കുറേയൊക്കെ കണ്ട് നിങ്ങൾ രസിച്ച് വന്നതായിരിക്കും. അപ്പോൾ ഇനി ഇങ്ങനത്തെ കണ്ടിന്യൂസ് വീഡിയോ ഇടാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കണ്ടിട്ട് വരണം എൻ്റെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ അമർത്തണം. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ.